ഹലോ റാപ്സോളിയ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളതാണ് സിംഗിൾ സിലിണ്ടറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിങ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളതാണ് ഡൊമിനാർ 400. പേര് കൊണ്ട് ഡൊമിനാർ 400 ആണെങ്കിലും എൻജിൻ വൈസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന 350cc എൻജിനാണ് കേട്ടോ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പുതിയൊരു ഡൊമിനാറിനെ മൊത്തത്തിലൊന്ന് പരിചയപ്പെട്ടാലോ. നമുക്ക് പെയിൻറ്റ് സ്കീമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാണാമല്ലോ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ആൻഡ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ വരുന്ന രീതിയിലൊരു പെയിൻറ്റിംഗ് ആണ്. മെയ്ഡ് കൈൻഡ് ഓഫ് പെയിൻറ്റ് ഫിനിഷ് ആണ്. ഓഫ്കോഴ്സ് ഈ ഒരു പെയിൻറ്റ് സ്കീം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് പെയിൻറ്റിങ്ങിലൂടെയാണ് ഈ ഒരു മെയ്ഡ് കളർ ഫിനിഷ്. ആൻഡ് ഡൊമിനാർ എന്ന് പറയുന്ന ആ ലോഗോ ഒക്കെ നമുക്ക് സൈഡിൽ കയറുന്ന ഒരു 3D എംബ്ലം പോലെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് പെയിൻറ്റ് സ്കീം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു പെയിൻറ്റ് സ്കീം. ഒരു മെയ്ഡ് ബ്ലാക്ക്. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ആ ഒരു ടൂറിങ് എക്കണോമിക്സ് ആ ടൂറിങ് കേപ്പബിലിറ്റീസ് ഒക്കെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നു. കാരണം കാണാനോ ഒരു ഫ്രണ്ടിൽ ഒരു ടോൾ വൈസർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോൾ വൈസർ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ നക്കിൾ ഗാർഡ്സൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് കമ്പനീനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ്സ് കാണാമല്ലോ, LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഉള്ളതായിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. ആ ഒരു ഡിസൈനൊക്കെ അത്യാവശ്യം ഒരു ചെറിയൊരു ബൾക്കി ആയിട്ടുള്ള ഹെഡ് തന്നെയാണ്. ഒരു സിംഗിൾ സിലിണ്ടർ മെഷീൻസ് വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഗുഡ് ലുക്കിംഗ് ഹെഡ് സെക്ഷൻ. ആൻഡ് LED ഹെഡ്ലൈറ്റ്സ് ഡീസൻറ്റ് ലൈറ്ററുമാണ് നൈറ്റ് ടൈം പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അവിടെ ഹാലജനൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ആ ഒരു ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ആൻഡ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് റിയർ സൈഡ് നോക്കിയാലോ, റിയർ സൈഡ് ടെയിൽ ലൈറ്റ്സും ആ ഒരു പഴയ ഡൊമിനാറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടെയിൽ ലൈറ്റ്സ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ടെയിൽ സെക്ഷനും. പിന്നെ ഇതാ ഇവിടെയും നമുക്ക് ടോപ്പ് ബോക്സ് ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ബജാജൊക്കെ സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു ബാക്ക് റെസ്റ്റ് പോലെയും വരുന്നുണ്ട്. നല്ല ഹാർഡായിട്ടുള്ള കുഷനിങ് ആണ്, എന്നാലും ചെറിയൊരു ബാക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റ്സിലോട്ട് കയറും മുന്നേ സീറ്റ്സ് നോക്കിയാലോ. ഒരു ടൂറിംഗ് ബൈക്കിന് എന്തുകൊണ്ടും നല്ല സീറ്റ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യണം. ബജാജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കിയാലോ. പാഡിങ് കംഫർട്ടബിൾ ആയിട്ടുള്ള പാഡിങ് ആണ് റൈഡറിന് വരുന്നത്. പില്ലിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ഹാർഡറാണ്. ആൻഡ് നമ്മുടെ റൂം വൈസ് നോക്കുമ്പോൾ സിംഗിൾ സിലിണ്ടേഴ്സിൽ അത്യാവശ്യം കുറച്ചുകൂടി നല്ല റൂമൊക്കെ തരുന്നുണ്ട്. ഡൊമിന ഈ ഒരു 400 കൊള്ളാം. സീറ്റായിട്ട് ബൈക്കിലോട്ട് കയറിയിട്ട് സീറ്റായിട്ടൊന്ന് നോക്കാം. സീറ്റായിട്ട് 800mm ആണ്. ഞാൻ 5'8" ആണ്. എനിക്ക് രണ്ട് സൈഡും പ്രോപ്പർ പ്ലാന്റ് ഫുഡ് കിട്ടുന്നുണ്ട്. സോ എൻ്റെ ഒരു ഹൈറ്റുള്ള ആൾക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നും കൊണ്ട് പേടിക്കണ്ട. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ആയിരിക്കും. കാരണം ഒരു 190 കിലോഗ്രാമാണ് എൻ്റെ വെയിറ്റ് വരുന്നത്. സോ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് മൂവ് ചെയ്യാൻ അത്രമാത്രം ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ചിലപ്പോൾ ചില കയറ്റത്തിലേക്ക് കൊണ്ടുവച്ച് മൂവ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്താലും ഈ വെയിറ്റ് ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവുന്നതായിരിക്കും. പിന്നെ ഹാൻഡിൽ ബാർ സ്വിച്ചസ് നോക്കിയാലോ, നമുക്ക് ലൈറ്റ് ഫംഗ്ഷൻ, പാസ്, ബ്രൈറ്റ്, ഡിം എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു സിംഗിൾ സ്വിച്ചാണ്. ഈ ഒരു 4 സ്വിച്ചസ് മീറ്റർ കൺസോൾ ടോഗിളിങ് ചെയ്യാൻ. താഴെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഹോൺ, ഹസാർഡ് ലാംപ്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബട്ടൺസ് വരുന്നുണ്ട്. എന്തായാലും ടൂറിങ് മെഷീൻ അല്ലേ, എന്തെങ്കിലും എമർജൻസീസൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് യൂസപ്പ് ചെയ്യാം. പിന്നെ കിൽ സ്വിച്ച് ഇഗ്നീഷനും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സിംഗിൾ സ്വിച്ച് ആയിട്ടുണ്ട്. പിന്നെ താഴെയായിട്ടുള്ള ഈ ഒരു ബട്ടൺ വെച്ച് നമുക്ക് ലൈക്ക് DRLs ആൻഡ് മീറ്റർ കൺസോളിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീറ്റർ കൺസോൾ നോക്കുമ്പോൾ പിന്നെ കീസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡൊമിനാർ 400 വരുന്ന കീസ്. ഒരു കുറച്ചുകൂടി കുഴപ്പമില്ല, നീറ്റ്ലി ബിൽഡായിട്ടുള്ള കീ തന്നെയാണ്. അധികം എസ്തെറ്റിക് അധികം വർക്കായി കൊണ്ടുവന്ന് ഓവർ കോംപ്ലക്സ് ആക്കാത്ത ബേസിക് ആയിട്ടുള്ളൊരു കീ കാണാൻ കൊള്ളാം കേട്ടോ. ഡൊമിനാർ 400 കീസ്. നമുക്ക് അടുത്തതായിട്ട് മീറ്റർ കൺസോൾ നോക്കാം. മീറ്റർ കൺസോൾ നമ്മൾ NS400 കണ്ടുവന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള NS350 കണ്ടുവന്ന സെയിം മീറ്റർ കൺസോളാണ്. നമുക്കിതിൽ മുകളിലായിട്ട് വാർണിംഗ് സിമ്പിൾസ് വരുന്നുണ്ട്. ഇവിടെ ടാക്കോമീറ്റർ, നമ്മുടെ ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഫ്യൂൽ ഇൻഡിക്കേഷൻ, പിന്നെ ഓഡോമീറ്റർ വരുന്നുണ്ട്. ഇവിടെയാണ് സ്പീഡോമീറ്റേഴ്സ് വരുന്നത്. പിന്നെ റൈഡിംഗ് മോഡ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ തന്നെ മോഡ്സൊക്കെ സെറ്റ് ചെയ്യാനും എല്ലാ പരിപാടികളും അവൈലബിൾ ആണ്. പിന്നെ ബ്ലൂടൂത്ത് കോമ്പാക്റ്റബിലിറ്റി ഉണ്ട്. സോ നമുക്ക് ആ പരിപാടികളെല്ലാം തന്നെ ഈ ഒരു ഡൊമിനാർ 400 സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നോക്കുമ്പോൾ നല്ല ക്ലീൻ ബിൽഡാണ്. ലൈക്ക് അതിൻ്റെ ഡ്രോബാക്ക് പറയാൻ പറ്റുന്ന ഏരിയാസൊക്കെ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്യുവാണ് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന്. ഇപ്പോൾ നോക്കിയാൽ വെച്ച് ഇതിൽ ഡ്രോബാക്സ് ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബൈക്ക് തന്നെയാണ് ഈ ഒരു ഡൊമിനാർ 400 വിത്ത് 350cc എഞ്ചിൻ. പിന്നെ ടൂറിംഗ് കേപ്പബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്സസിബിൾ ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് A ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇതെന്തോ ലൈക്ക് ഇവിടെ ഒരു ചെറിയ ഹോളൊക്കെ വെച്ചിട്ടുണ്ട്. മേ ബി വെള്ളം കയറി ഇതിലേക്കൂടെ അങ്ങ് ലീക്കായി പോകാനായിരിക്കും, ലൈക്ക് വെള്ളം കയറി പോകാനായിരിക്കും. കൊള്ളാം. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 350cc എഞ്ചിൻ. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു 349cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എഞ്ചിൻ തന്നെയാണ് ഡൊമിനാർ ഈ ഒരു 350 ഈ ഒരു ഡൊമിനാർ 400 വരുന്നത്.
പിന്നെ നമുക്ക് പവർ ഫിഗേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ NS400 കണ്ടുവന്ന സെയിം പവർ ഫിഗേഴ്സാണ് ഇതിലും വരുന്നത്. ഒരു 40.6 PS പവറും ഒരു 33.2 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു 350cc എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ടോർക്ക് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ മെയിൻ തിങ് നമ്മളത് ഒരിക്കലും അറിയാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഡൊമിനാർ 400 ഓടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അറിയത്തില്ല. ബിക്കോസ് അതേപോലെ അത്യാവശ്യം നല്ല പുള്ളൊക്കെ തന്നെ ഈ ഒരു എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് 0 to 100 അത്യാവശ്യം നല്ല ക്യുക്കായിട്ട് ഇതിനെ അടിക്കുന്നുമുണ്ട്. ആൻഡ് അതേപോലെ 0 to 100 മാത്രമല്ല 100 to 0 തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ബ്രേക്കിങ്ങും ഈ ഒരു ഡൊമിനാറിൽ കിട്ടുന്നുണ്ട്. കാണാമല്ലോ, ഒരു 320 mm ഡിസ്ക് റൂട്ടേഴ്സാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ഒരു 2 piston ബൈബ്രയുടെ കാലിപ്പേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. ബ്രേക്കിംഗ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ NS400 ഉണ്ടല്ലോ, അതിലെ ഗ്രിമക്ക കാലിപ്പേഴ്സിൻ്റെ അത്രമാത്രം ഒരു ബ്രേക്കിംഗ് ബൈറ്റ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല. മേ ബി ഇതിൻ്റെ വെയിറ്റ് കൊണ്ടൊക്കെ ആവണമെന്ന് തോന്നുന്നു. ആ ഒരു ബ്രേക്കിംഗ് ബൈറ്റ് പ്രോപ്പറായിട്ട് NS400 കിട്ടിയ പോലെ ഒരു ബ്രേക്കിംഗ് ബൈറ്റ് ഇതിൽ കിട്ടിയില്ല. പക്ഷേ എന്നാലും ഡെഫിനറ്റ്ലി ഒരു ബെറ്റർ ബ്രേക്കിംഗ് തന്നെ ഈ ഒരു ബൈക്കിൽ കിട്ടുന്നുണ്ട്. നമുക്ക് റിയർ സൈഡ് നോക്കിയാലോ, റിയർ സൈഡ് ഒരു 230, അവിടെ നമ്മുടെ NS400 കണ്ടുന്ന സെയിം ഡിസ്ക് റൂട്ടേഴ്സൊക്കെ തന്നെയാണ്. പക്ഷേ ബൈബ്രയുടെ കാലിപ്പേഴ്സാണ്, സിംഗിൾ പിസ്റ്റൺ കാലിപ്പേഴ്സാണ്. ബ്രേക്കിംഗ് ഓക്കെയാണ്. ലൈക്ക് ഈ ഒരു ബൈക്കിനെ പിടിച്ചു നിർത്താനുള്ള പ്രോപ്പർ ബ്രേക്കിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു ബൈക്ക് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻസ് നോക്കുമ്പോൾ 135 mm ട്രാവൽ തന്നെയാണ്. നമ്മുടെ ഡൊമിനാർ 250 കണ്ടതുപോലെ തന്നെയാണ്. പക്ഷേ അവിടെ 37 ആണെങ്കിൽ ഇവിടെ 43 mm USD ഫോക്സ് ആണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ആ ഒരു സിൽവർ കളറിലൊക്കെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ആയിട്ടുള്ള USD ഫോക്സ്. റിയർ സൈഡ് നമുക്ക് മോണോഷോക്കാണ്, പ്രീലൂടെ അഡ്ജസ്റ്റ് ചെയ്യാം, വിത്ത് നൈട്രോക്സ് ആണ്. ആൻഡ് കംഫർട്ട് വൈസ് ആണ് പറയുന്നുണ്ടെങ്കിൽ ഇത് മോർ ലൈക്ക് ഹൈവേസിന് വേണ്ടി സ്യൂട്ട് ചെയ്തേക്കാണ്. നമ്മുടെ സിറ്റീസിലും പിന്നെ അധികം ഓഫ് റോഡ്സ് ഒന്നും പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഡെഫിനറ്റ്ലി ഇത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം കുറച്ചൊന്ന് സ്റ്റിഫറായിട്ടുള്ള, കുറച്ച് ലൈക്ക് ഹൈവേ ക്രൂസിങ്ങിനൊക്കെ പ്രോപ്പർ കംഫർട്ട് വരുന്ന രീതിയിലുള്ള സസ്പെൻഷനാണ്. സിറ്റി റൈഡ്സിലേക്ക് മൊത്തത്തിൽ പൊട്ടിപ്പൊളിച്ച റോഡൊക്കെ ആണെങ്കിൽ കംഫർട്ട് വളരെ കുറവായിരിക്കും. അല്ലാത്ത റോഡിലൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ പോകാം കേട്ടോ. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് 155 ആണ്. ഇതുവരെ അടിതിട്ടുന്ന ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ആൻഡ് നമുക്കതാ ഇവിടെ ഒരു ബെല്ലി പാനൊക്കെ തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ അടിതിട്ടിയാലേക്ക് ആ അലുമിനിയം പ്ലേറ്റിലേക്ക് വന്നിടിച്ച് എൻജിനെയൊക്കെ കംപ്ലീറ്റ്ലി ലൈക്ക് ബെൻ പൈപ്പും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ടയേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് MRFൻ്റെ ടയേഴ്സാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ടിൽ ഒരു 110ഉം റിയർ സൈഡ് ഒരു 150 സെക്ഷൻ ടയേഴ്സാണ്. റിയർ സൈഡ് കുറച്ചൊന്ന് വലിയ ടയേഴ്സ് തന്നെയാണ്. ഗ്രിപ്പ് ഞാൻ കൂടുതലും ഹൈവേസിലാണ് ഓടിച്ചത്. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അധികം ഒന്നും പുഷ് ചെയ്തിട്ടില്ല. സോ പ്രോപ്പർ ഗ്രിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് ഓടിക്കുന്ന ടൈം എന്തായാലും പറഞ്ഞുതരാം. ആൻഡ് അലോയ് വീൽസ്, ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് 17 ഇഞ്ചിൻ്റെ ഡൊമിനാറിലാണ് ഇതേപോലെ ഒരു ബ്യൂട്ടിഫുൾ അലോയ് വീൽസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിപ്പോഴും അതേപോലെ നിലനിർത്തുന്നുണ്ട്. കാണാൻ ആ ഭംഗിയുള്ള അലോയ് വീൽസ് ഇപ്പോഴും നമുക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ള എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി എക്സോസ്റ്റ് ഓടിക്കുന്ന റൈഡ് പോകുന്നതിന് മുന്നേ അതോടെ ഒന്ന് കേട്ടിട്ട് പോകാം. സിംഗിൾ സിലിണ്ടറിൽ എനിക്ക് വൺ ഓഫ് ദി പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന വൺ ഓഫ് ദി എക്സോസ്റ്റ് ആണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. അതൊന്ന് കേട്ടിട്ട് പോയാലോ ഒരു ഷോർട്ട് റൈഡ്. ആ ഒരു ബോസി സൗണ്ടൊക്കെ ഇതിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ആ വിസിലിംഗ് ഇപ്പോഴും വരുന്നുണ്ട്, ട്രയംഫിലൊക്കെ കിട്ടുന്ന പോലെ. കേട്ടല്ലോ ആ ഒരു വിസിലിംഗ് സൗണ്ട്. അപ്പോൾ നമുക്കൊരു ഷോർട്ട് ഡ്രൈവ് പോയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികളിലൂടെ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ചെറിയൊരു ഓപ്പൺ റോഡുണ്ട്. സെക്കൻഡ് ഗിയറിൽ എൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. കണ്ടല്ലോ 350cc ആയി ചെറിയൊരു ടോർക്ക് ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ പ്രോപ്പർ ക്യാരക്ടർ നമുക്ക് ഈ ഡൊമിനാറിൽ കിട്ടുന്നുണ്ട്. ആ പ്രോപ്പർ അഗ്രസീവ് ആയിട്ടുള്ള ആ ടൂറിംഗ് ബീസ്റ്റിനെ ഇപ്പോഴും നമുക്ക് ബജാജ് തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു കഞ്ചഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ട്രാക്റ്റബിലിറ്റി ഒന്ന് ചെക്കൗട്ട് ചെയ്താലോ. 6th ഗിയറിൽ നമുക്ക് ഒരു എത്ര വരെ താഴോട്ട് പോകുമ്പോൾ നോക്കിങ് അടിച്ചു തുടങ്ങും. 44ൽ നോക്കിങ് ഇല്ല. 40ലോട്ട് പോകുമ്പോൾ ഇല്ല. ഓക്കെ, 39, 38 ഒക്കെ എത്തുമ്പോൾ നോക്കിങ് അടിച്ച് തുടങ്ങുന്നുണ്ട്. 36ലോട്ടൊക്കെ എത്തുമ്പോൾ നോക്കിങ് വീണ്ടും നന്നായിട്ട് കൂടുന്നുണ്ട്. സോ അത്യാവശ്യം ട്രാക്റ്റബിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ട്രാഫിക്കിൽ ഒരിക്കലും 6th ഗിയറിൽ ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ഒരു ലിമിറ്റഡ് RPM എപ്പോഴും കീപ്പ് ചെയ്യണം. പിന്നെ ബാക്കി കാര്യങ്ങൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെർഫോമൻസിൽ ഡ്രോപ്പ് ഉണ്ടെന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ അറിയത്തുകൂടിയില്ല. കാരണം അതേപോലെ അത്യാവശ്യം നല്ല പുള്ളൊക്കെ തന്നെ ഇപ്പോഴും ബൈക്ക് തരുന്നുണ്ട്. കാണാമല്ലോ, 3rd ഗിയറിലായ പോലെ ഒരു സ്പെസിഫിക് RPM എത്തുമ്പോൾ ഇപ്പോഴും അതേപോലെ ബൈക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 3rd ഗിയറിൽ ഞാൻ ലോവർ RPM എടുത്തുകൊണ്ടാണ് ആ ഒരു പെർഫെക്റ്റ് ജമ്പൊന്നും കിട്ടാതെ. എന്നാലും ഒരു 2nd ഗിയറൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ജമ്പൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഈ ഒരു ഡൊമിനാർ 400 വിത്ത് 350cc എഞ്ചിൻ വെച്ച്
പിന്നെ പറയാനായിട്ടാണെങ്കിൽ മിറേഴ്സൊക്കെ ഇപ്പോഴും ആ ഒരു സെയിം മിറേഴ്സാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും ഒക്കെ ഉള്ളൊരു ക്ലീൻ മിറേഴ്സാണ് ഇപ്പോഴും നമുക്ക് ഈ ഒരു ഡൊമിനാർ 400 കിട്ടുന്നത്. പിന്നെ ഈ ഒരു ബൈക്കിൽ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ മിസ് ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു സെൻസർ ബേസ്ഡ് ക്വിക്ക് ഷിഫ്റ്ററാണ്. നമ്മുടെ NS400 ഉണ്ടായിരുന്നു. ഈവൻ ദോ ചെറിയൊരു ജേർക്കൊക്കെ ഉണ്ടായാൽ പോലും അത് അത്യാവശ്യം ഫണ്ണായിരുന്നു ബൈക്ക് ഓടിച്ച് നടക്കാനൊക്കെ. ഇത് അതിൽ ഈ ഒരു ബൈക്കിൽ അത് കംപ്ലീറ്റ്ലി മിസ്സാവുന്നത്. എസ്പെഷ്യലി ഒരു ടൂറിങ് കേപ്പബിൾ ആയിട്ടുള്ള ഈ ഒരു ഡൊമിനാർ 400 എന്തുകൊണ്ടും കൊടുക്കേണ്ടിയിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു സെൻസർ ബേസ്ഡ് ക്വിക്ക് ഷിഫ്റ്റ്. പക്ഷേ ബജാജ് കൊടുത്തിട്ടില്ല. മേ ബി അടുത്തൊരു അപ്ഡേറ്റിലെങ്കിലും അത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഈ ഒരു ബൈക്കിനോടുണ്ട്. ഈ ഒരു ഫീച്ചറിനോടുണ്ട്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഒരു 190 കിലോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഓടിക്കുന്ന ടൈം അത് കംപ്ലീറ്റ്ലി മാഞ്ഞു പോകുന്നുണ്ട്. വളരെ ഈസിയാണ് ഈ ഒരു ബൈക്കിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നടക്കാനൊക്കെ. ഒരിക്കലും ഒരു ഹെവി ആയിട്ടുള്ള ബൈക്കാണ് നമ്മൾ ഓടിക്കുന്നതെന്ന് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. ആൻഡ് ബ്രേക്കിംഗ് ഞാൻ പറഞ്ഞായിരുന്നു, NS400 അത്രമാത്രം ഷാർപ്പ് ബ്രേക്കിംഗ് കിട്ടുന്നില്ല. എന്തായാലും ഡെഫിനറ്റ്ലി ആയിട്ട് ആ ഒരു ബ്രേക്കിംഗ് ബൈറ്റൊക്കെ നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ABSൻ്റെ വർക്കിംഗ് കുറച്ചുകൂടി ഇൻട്രൂസീവ് അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ, ഒരു പേഴ്സണൽ ഫീൽ ആൻഡ് ഒപ്പീനിയനുണ്ട്. പിന്നെ വൈബ്രേഷൻസിൻ്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ വൈബ്രേഷൻസ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ചെറിയൊരു സിംഗിൾ സിലിണ്ടർ ബസ്സിങ് ഫീലുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മളെ അത് ബോധർ ചെയ്യത്തേയില്ല. ഈ ഒരു ബീഫി ആയിട്ടുള്ള ആ ഒരു എക്സോസ് നോട്ടും ആ ഒരു വിസ്ലിംഗ് സൗണ്ടും ഇതിൻ്റെ ആ കംപ്ലീറ്റ് ക്യാരക്ടറൊക്കെ കൊണ്ട് തന്നെ നമ്മൾ വൈബ്രേഷനൊന്നും ഒരിക്കലും ഈ ബൈക്കിൽ തേടി പോകത്തില്ല. ടൂറിങ്ങിന് വേണ്ടിയിട്ടാണ് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പെർഫെക്റ്റ് ചോയ്സ് തന്നെയായിരിക്കും. കാരണം അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാം വിത്ത് ദ പില്ലിയൻ. ആൻഡ് അത്യാവശ്യം നല്ല ഒരു പവർ ഡെലിവറി നമുക്ക് ഈ ഒരു 350cc എഞ്ചിൻ തരുന്നുണ്ട്. ആൻഡ് i4 ആണോ അത്? ആൻഡ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു എൻജിൻ. ആൻഡ് ഗാഡ്ജറ്റ് വൈസ് ലൈക്ക് ഒരു എക്സ്ട്രാ ആക്സസറീസ് വെച്ച് പറയാനാണെങ്കിൽ ലൈക്ക് ബജാജ് കുറേ അധികം സംഭവങ്ങൾ തരുന്നുണ്ട്. ലൈക്ക് ഫോൺ മൗണ്ട് പോലുള്ള സംഭവങ്ങളും ലൈക്ക് ടൂറിംഗ് ബേസ്ഡ് ആയ പാനിയേഴ്സ് പോലത്തെ കുറേ ടൂറിംഗ് സംഭവങ്ങൾ നമുക്ക് ബജാജ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്പനി ബേസ്ഡ് ആയിട്ട് തന്നെ കുറേ ആക്സസറീസും തരുന്നുണ്ട്. സോ ഒരു പെർഫെക്റ്റ് ടൂറിംഗ് മെഷീൻ തന്നെയാണ് വിത്തൗട്ട് എ ഡൗട്ട്. ആൻഡ് ഫ്യൂൽ ടാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു 13 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി നമുക്കൊരു 33 to 38 വരെ എക്സ്പെക്ട് ചെയ്യാം. അവിടെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂൽ എഫിഷ്യൻസിയും തരുന്നുണ്ട്. കൊള്ളാം കേട്ടോ. കംപ്ലീറ്റ്ലി അഡിക്റ്റീവാണ് ആ ഒരു RPM ഇങ്ങനെ കയറി വരുന്ന ഫീലൊക്കെ കാണാൻ. ആൻഡ് അവസാനമായിട്ട് ഈ ഒരു ബൈക്കിൻ്റെ വിലയെ പറ്റി നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു 2,04,000 രൂപയുടെ ഒരു എക്സ്ഷോറൂം പ്രൈസിങ്ങിനാണ് വരുന്നത്. ഞാൻ ബൈക്ക് എടുത്ത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള വഴുതക്കാടുള്ള പയനീർ ബജാജിൽ നിന്നാണ്. ഞാൻ ഡെഫിനറ്റ്ലി അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവരുടെ സെയിൽസ് സപ്പോർട്ട് നിങ്ങൾക്ക് ഡൊമിനാർ 400 അതേതേലും ഒരു ബജാജിൻ്റെ മോട്ടോർ സൈക്കിളിൽ നിന്ന് സൈഡിൽ നിന്ന് മോട്ടോർ സൈക്കിളിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി അവർ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡു കോൾ ദം ഫോർ ഹെൽപ്പിംഗ് യു ഔട്ട്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ഡൊമിനാർ 350യുടെ റിവ്യൂ ആയിട്ടൊക്കെ പറയാനായിട്ട്. ഞാൻ വേണ്ട ഡീറ്റെയിൽ എല്ലാം തന്നെ പറഞ്ഞു തന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.